നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധക്കപ്പലായ INS തമാൽ റഷ്യയിലെ കലിനിൻഗ്രാഡിലുള്ള യാന്തർ കപ്പൽശാലയിൽ വെച്ച് ഔദ്യോഗികമായി ഇന്ത്യൻ നേവിയുടെ ഭാഗമായി. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകുന്ന ഈ നീക്കം ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടിയാണ്. തുഷിൽ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ രണ്ടാമത്തേതായ INS തമാൽ അത്യാധുനിക ആയുധങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ നിരവധി പുതിയ സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, വെർട്ടിക്കൽ ലോഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ, നൂതന 100 mm നേവൽ ഗൺ, ഭാരം കൂടിയ ടോർപിഡോകൾ, സബ്മറൈനുകളെ നേരിടാനുള്ള റോക്കറ്റുകൾ തുടങ്ങിയവ ഈ യുദ്ധക്കപ്പലിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച ഹംസ സോണാർ സംവിധാനവും ഇതിലുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ഘടകങ്ങളും ഒരുപോലെ സമന്വയിപ്പിച്ചാണ് INS തമാലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. യുദ്ധക്കപ്പലിൻ്റെ 26% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. ആത്മനിർഭർ ഭാരതിന് ഊന്നൽ നൽകുന്നതുകൊണ്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അവസാനത്തെ യുദ്ധക്കപ്പലായിരിക്കും ഇത്. പടിഞ്ഞാറൻ നാവിക കമാൻഡിൻ്റെ കീഴിൽ അറേബ്യൻ കടലിൽ INS തമാൽ വിന്യസിക്കപ്പെടും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഇത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള ഈ യുദ്ധക്കപ്പലിന് 30 നോട്ടിക്കൽ മൈലിലധികം വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുമുണ്ട്. 3 മാസത്തോളം നീണ്ട കടൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്.